ചീറ്റിംഗ് സ്റ്റാർ, ഡെത്ത് സ്റ്റാർ, സ്മൈലിംഗ് സ്റ്റാർ, ചെന്നൈ സ്റ്റാർ. ഇയാൾ പുതിയ ആളാണോ? അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത സൈബർ സ്റ്റാറുകൾക്ക് ഇനി എന്നാൽ അല്പം വിശ്രമിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ സുരേഷ് കൃഷ്ണയുടെ കൺവിൻസിംഗ് സ്റ്റാർ ആണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്ക് പോലീസിനോട് പറയാം. നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രങ്ങൾ വെച്ചുള്ള ട്രോളുകളും ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് ഇപ്പോൾ അദ്ദേഹം ട്രെൻഡിംഗ് ലിസ്റ്റിൽ വന്നത്. വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? 2 hours later. അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ സുരേഷ് കൃഷ്ണയ്ക്കുള്ള ഒരു അസാധാരണമായ കഴിവ് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾക്ക് മുമ്പുണ്ടെന്നാണ് സമൂഹ മാധ്യമ പക്ഷം. ഇത് പുത്തെഴുത്തുകാരൻ എനിക്ക് തന്ന സ്ത്രീധനം 10 ലക്ഷം രൂപ. നീ ഇത് അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം. 2 hours later. എനിക്ക് വളരണം. അതിനെനിക്ക് ഈ കാശ് വേണം. ഈ കാശ് അവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല. നട്ടാൽ കുരക്കാത്ത നുണ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് നടക്കുന്ന ഒരു പ്രത്യേകതരം സ്റ്റാർ. സിനിമയിലെ കാര്യമാണ്, നത്തിങ് പേഴ്സണൽ. ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കണം. എന്നെ ഒറ്റപ്പെടുത്തരുത്. സുരേഷ് കൃഷ്ണ പറഞ്ഞു പറ്റിച്ച, കൺവിൻസ് ചെയ്ത് പറ്റിച്ച സമാനമായ കഥാപാത്രങ്ങളൊക്കെയും ട്രോളന്മാർ ഹിറ്റാക്കി. എല്ലാത്തിനും ഇനി നീ ഉണ്ടാവണം. ഉണ്ടാവുക. ഇനി എല്ലാറ്റിനും ഞാനുണ്ടാവും. ഇപ്പോഴത്തെ തന്റെ പുതിയ പോസ്റ്റിൽ ട്രെൻഡിനൊപ്പം സുരേഷ് കൃഷ്ണയും എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ലൈക്ക് അടിച്ചിരി, ഞാൻ ഇപ്പോൾ വരാം എന്നായിരുന്നു പോസ്റ്റിന് താരം കൊടുത്ത ക്യാപ്ഷൻ. ഓക്കെ, ഐ ആം കൺവിൻസ്ഡ് എന്ന കമന്റുമായി ബേസിൽ ജോസഫ് എത്തിയതോടെ കഥ മാറി. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇനി കുറച്ചേറെ നാൾ കൺവിൻസിംഗ് സ്റ്റാറും നിറഞ്ഞാടുമെന്ന് ഉറപ്പാണ്.